നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. നമ്മെല്ലാവരും ഓരോ നിലയിൽ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നവരാണ്. ചിലർക്ക് സ്തോത്രം അർപ്പിക്കണമെങ്കിൽ കാരണങ്ങളുണ്ടാകണം. അവർ അന്വേഷിക്കുന്ന കാരണങ്ങളാകട്ടെ അവർ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും ലഭിക്കുമ്പോഴുണ്ടാകുന്നവയാണ്. ഇവയൊക്കെ ലഭിക്കാതിരിക്കുമ്പോഴോ സ്തോത്രത്തിൻ്റെ അളവ് കുറയുന്നു. ചുരുക്കത്തിൽ പലരും ദൈവത്തെ കണ്ടിരിക്കുന്നതും പ്രതിഷ്ഠിച്ചിരിക്കുന്നതും ഒരു പ്രൊവിഷൻ സ്റ്റോർ പോലെയാണ്. ഈ സ്റ്റോറിൽ നിന്നുമുള്ള വരവുകൾ നിന്നാൽ പലരും പൊടിയും തട്ടി എഴുന്നേറ്റ് പോകും. ദൈവത്തെ എങ്ങനെയുള്ളവർ അന്വേഷിക്കുന്നത് ഭക്തി കൊണ്ടല്ല, പിന്നെയോ ആദായ മാർഗമായിട്ടാണ്. എന്ന് നാം വായിച്ച് കേട്ടതായ വേദഭാഗത്ത് ക്രിസ്തുവിനോടുള്ള ഭക്തിയുള്ളവർ എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്യുന്നവരാകണമെന്നാണ്. നഷ്ടങ്ങളുടെയും കഷ്ടങ്ങളുടെയും പരമ്പരകൾ അടിക്കടിയായി ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴും യഹോഭക്തനായ താൻ പറയുന്നത് യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നാണ്. വേദപുസ്തക വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയ മാത്യു ഹെൻറിയുടെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം ഒരു ദിവസം അപഹരിക്കപ്പെട്ടു. തൻ്റെ കയ്യിൽ $1 പോലും ഇല്ലാതെയായി. അന്ന് രാത്രി താൻ തൻ്റെ ഡയറിയിൽ ഇപ്രകാരം എഴുതിയത്രേ: ഞാൻ ദൈവത്തോട് എത്ര നന്ദിയുള്ളവനായിരിക്കേണ്ടതാകുന്നു. ഒന്നാമത്, ഇതിനു മുമ്പൊരിക്കലും എൻ്റെ പണം അപഹരിക്കപ്പെടാത്തതിനു വേണ്ടി. രണ്ടാമതായി, എൻ്റെ പണം മാത്രമാണ് അപഹരിക്കപ്പെട്ടത്, എൻ്റെ ജീവൻ അപഹരിക്കപ്പെട്ടില്ലല്ലോ. മൂന്നാമതായി, എൻ്റെ കൈവശമുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു എങ്കിലും അത്ര വലിയ തുകയൊന്നും അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാതിരുന്നതിനു വേണ്ടി. നാലാമതായി, എൻ്റേത് അപഹരിക്കപ്പെടുകയായിരുന്നല്ലോ, ഞാൻ മറ്റാരുടെയും അപഹരിക്കാൻ ഇടയായില്ലല്ലോ, അതിനു വേണ്ടിയും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നാണ്. C.H. സ്പർജൻ പറയുന്നത്, ക്രൂശിൻ്റെ പാതയിൽ കൂടെ നമ്മെ തേടി വരുന്ന ആനുകൂല്യങ്ങളാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ. നമ്മുടെ പിതാവിൻ്റെ സന്നിധിയിൽ നിന്നും വരുന്നവയിൽ ഏറ്റവും മെച്ചമായവയാണ് അവയൊക്കെ. ഈ ഒരു വെളിപ്പാട് നമുക്കുണ്ടെങ്കിൽ നിരാശയല്ല, പിറുപിറുപ്പോ പരാതികളോ അല്ല നമ്മുടെ ഹൃദയത്തിലും നാവിലും ഉണ്ടാകുക. പകരം സ്തുതി സ്തോത്രങ്ങളുടെ പ്രവാഹം തന്നെ ആയിരിക്കും നമ്മിലുണ്ടാകുക. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.